ഞങ്ങളുടെ പാർട്ടി വളരെ ദീർഘമായി ചർച്ച നടത്തി ഏറ്റവും വിവേകപൂർവമായിട്ടുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള തീരുമാനത്തിലെത്തിച്ചേർന്നത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. കുട്ടികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായി കേൾക്കുകയും അവരുടെ പരാതി എന്താണെന്ന് കണ്ടറിയുകയും അവയെല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അതിൽ ഹരിതയുടെ നേതാക്കൾ അടക്കെടുത്ത ഒരു തീരുമാനമാകുമ്പോൾ എനിക്കതിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അവരുടെയും സമ്മതത്തോടു കൂടി എഴുതി ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും വായിച്ച് കേൾപ്പിച്ചിട്ടുള്ള ഒരു കാര്യം പ്രസിദ്ധീകരണത്തിന് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇൻറ്റേർണലായിട്ട് പാർട്ടിക്കകത്ത് എടുക്കേണ്ട കുറേ തീരുമാനങ്ങളുണ്ട്. ഇത് പ്രസിദ്ധീകരണത്തിന് കൊടുക്കേണ്ടത് മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഇൻറ്റേർണലായി എടുക്കുന്ന തീരുമാനം പാർട്ടി ഫുൾ കോർ നേതൃത്വം ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അതിനുള്ള പരിഹാരം ഉണ്ടാകും. നമസ്കാരം. സ്പെഷ്യൽ എഡിഷൻ ആരംഭിക്കുന്നു. ഹരിതയുടെ പരാതിയിൽ MSF നേതാക്കൾക്കെതിരെ കാര്യമായ നടപടിയെടുക്കാതെ മുസ്ലിം ലീഗ് നടപടി ഖേദപ്രകടനത്തിൽ ഒതുക്കിയിരിക്കുകയാണ്. ഹരിത സംസ്ഥാന കമ്മിറ്റിയെ മരവിപ്പിച്ച നടപടി പിൻവലിച്ചിട്ടുണ്ട്. ഹരിത ഭാരവാഹികൾ വനിതാ കമ്മീഷൻ നൽകിയ പരാതി പിൻവലിക്കുമെന്ന് മുസ്ലിം ലീഗ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും അങ്ങനെ ഒരു നിലപാട് പക്ഷേ ഹരിത നേതാക്കൾക്കില്ല. അവർ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായും ലഭ്യമാകുന്ന സൂചന. ഔദ്യോഗികമായി ഇതുവരെ ആ ഘടകത്തിൻ്റെ അല്ലെങ്കിൽ ആ നേതാക്കളുടെ തീരുമാനം ലഭ്യമല്ല. ഹരിതയോട് ഖേദം മതിയോ എന്നാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, മുസ്ലിം ലീഗ് നേതാവ്, ഷീന ഷുക്കൂർ, MG സർവകലാശാലയുടെ മുൻ പ്രൊവിസി, മുഹമ്മദ് ഹനീഫ രാഷ്ട്രീയ നിരീക്ഷകൻ, നസ്രീ നമ്പ്രം സാമൂഹ്യ പ്രവർത്തക എന്നിവരാണ്. ആദ്യം ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, MSFൻ്റെ ലീഗിൻ്റെ തന്നെ വനിതാ യുവജന നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഫാത്തിമ തഹ്ലിയ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ ഒരു വാചകം സഹിക്കാൻ പറ്റാതായപ്പോഴാണ് ഞങ്ങൾക്കൊരു പരാതി കൊടുക്കേണ്ടി വന്നത്. ഈ കാര്യത്തിൽ നീതിപൂർവകമായ ഒരു നടപടി ഉണ്ടാകും പാർട്ടിയിൽ നിന്ന് എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ പിടിച്ച കൊടി തെറ്റിയിട്ടില്ല എന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്ന്. ഈ രാത്രിയിൽ അവർക്ക് തോന്നുന്നുണ്ടാകുമോ പിടിച്ച കൊടി തെറ്റിപ്പോയി എന്ന്? ആദ്യം മനസ്സിലാക്കേണ്ടത് ഫാത്തിമ തഹ്ലി അടക്കമുള്ള ഹരിതയുടെ സമുന്നത നേതാക്കൾ, MSFൻ്റെ നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കന്മാരുമൊക്കെ ഒരുമിച്ചിരുന്നാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ അന്തിമമായി ഒരു തീരുമാനമെടുക്കുന്നത്. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ അതിനെ വളരെ ഗൗരവപൂർവ്വം പാർട്ടി കണ്ടതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലായി പല തലങ്ങളിൽ ഇതിൻ്റെ ചർച്ചകൾ നടന്നത്. ആ ചർച്ചകൾ നടന്ന് ഏറ്റവും ഒടുവിൽ പാർട്ടി എടുത്ത ഒരു തീരുമാനം എന്നത് നിങ്ങളൊക്കെ അറിയുന്നത് പോലെ തന്നെ ഹരിതയെ മരവിപ്പിച്ച് നിർത്തുകയും എന്നിട്ട് MSFനോട് വിശദീകരണം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. MSF നേതാക്കന്മാർ അതിന് കൃത്യമായ വിശദീകരണം നൽകേണ്ടതുണ്ട് എന്ന് പാർട്ടി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വിശദീകരണം കേട്ടതിന് ശേഷമുള്ള ചർച്ചകളാണ് നടന്നത്. ഒരിക്കലും തന്നെ പാർട്ടിയെ മരവിപ്പിച്ചു എന്നത്, ഹരിതയെ മരവിപ്പിച്ചു എന്നത് ഒരു ശിക്ഷാ നടപടിയല്ല. കാരണം ഒരു സംഘടനാ സംവിധാനത്തിൽ പരസ്പരമുള്ളൊരു പോരിലേക്ക് പോകരുത് എന്ന് കരുതിയാണ് പാർട്ടി അത് ചെയ്തത്. ഏറ്റവും ആദ്യം പാർട്ടി തീരുമാനമെടുത്തത് ആദ്യം ഹരിതയെ മരവിപ്പിച്ചത് റദ്ദാക്കി അതിൻ്റെ പ്രവർത്തനക്ഷമമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുമായി അവർ നൽകിയ അവരുടെ വിശദീകരണം പാർട്ടി പഠിച്ചു. ആ വിശദീകരണത്തിൽ കൃത്യമായി അവർ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ആ കാര്യങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും തന്നെ ആ യോഗത്തിൽ ദുരുദ്ദേശപരമായ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ദുരുദ്ദേശപരമായി വ്യക്തിപരമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ലിംഗപരമായോ എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയിരുന്നെങ്കിൽ ആ യോഗത്തിൽ വെച്ച് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുമായിരുന്നു. ഏതായാലും ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർക്ക് ഇങ്ങനൊരു വേദന ഉണ്ടെങ്കിൽ ഞങ്ങൾ ഖേദിക്കുന്നു. വളരെ കൃത്യമായി അവർ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചു. പാർട്ടി അവർ പറയുന്ന മുഖവിലക്കെടുത്തു. അതോടൊപ്പം തന്നെ ഹരിത പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ പാർട്ടി ശ്രദ്ധിച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, MSFൽ വനിതാ പ്രാതിനിധ്യം കുറെ കൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിന് സംഘടനാപരമായി അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ കൃത്യമായി ഉണ്ടായിരുന്ന ഒരു പരാതി
അവരെ മോശപ്പെടുത്തുന്ന വിധത്തിൽ സംസാരിച്ചു എന്നുള്ളതാണ്. ലൈംഗിക അധിക്ഷേപം എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. സംഘടനാപരമായ കാര്യങ്ങൾ രണ്ടാമതല്ലേ വരൂ. അപ്പോൾ ആ വിഷയത്തിൽ ഈ നേതാക്കൾ, പുരുഷ നേതാക്കൾ പറഞ്ഞത് ഞങ്ങൾ മുഖവിലക്കെടുത്തു എന്ന് താങ്കൾ പറഞ്ഞു. വനിതാ നേതാക്കൾ, അതും ഈ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 10 നേതാക്കൾ, ആ 10 നേതാക്കൾ പറഞ്ഞത് എന്തുകൊണ്ട് പാർട്ടി മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എല്ലാ 10 നേതാക്കൾ പറഞ്ഞത് മുഖവിലക്കെടുത്തത് കൊണ്ടാണല്ലോ പാർട്ടി അവർക്ക് നോട്ടീസ് അയച്ച് അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായൊരു പരിശോധന നടത്തിയത്. അത് പാർട്ടി നടത്തുക മാത്രമല്ല, വനിതാ നേതാക്കന്മാർക്ക് കൂടുതൽ പ്രാമുഖ്യം MSF-നകത്ത് ഉണ്ടാകണമെന്നും ഇത്തരം വിഷയങ്ങളൊക്കെ പാർട്ടിക്കകത്ത് വരുന്ന എല്ലാവിധ കാര്യങ്ങളിലും ചർച്ച ചെയ്യാവുന്ന രീതിയിൽ തന്നെ ഒരു പ്രത്യേകമായ സെല്ല് രൂപീകരിക്കണമെന്നും അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണല്ലോ ഹരിതയുടെ പൂർണ്ണമായി ഹരിതക്ക് നല്ല കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാക്കി കൊടുക്കുകയാണല്ലോ ചെയ്തത്. അവരെ മാറ്റി നിർത്തുകയല്ല, അവരെ ഞങ്ങളുടെ മക്കളായി കണ്ട്, ഞങ്ങളുടെ സഹോദരിമാരായി കണ്ട് അവർക്ക് മതിയായ പരിഗണനയും പരിരക്ഷയും നൽകുകയാണ് പാർട്ടി ചെയ്തത്. അതാണ് ഈ തീരുമാനം. ശരി, ഓക്കെ. പാർട്ടി അങ്ങനെയാണോ ചെയ്തത് എന്ന കാര്യത്തിൽ ഹരിതയുടെ പ്രതികരണമാണ് ഏറ്റവും ക്രൂഷ്യൽ. അത് നമുക്ക് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ശ്രീമതി നസ്രി നമ്പ്രം, വ്യക്തിപരമായോ ലിംഗപരമായോ ഉള്ള ഒരു ആക്ഷേപം എന്നിൽ നിന്നുണ്ടായിട്ടില്ല എന്നാണ് PK നവാസ് MSF-ന്റെ പ്രസിഡന്റ് പറഞ്ഞത്. മറ്റ് നേതാക്കളും സമാനമായ നിലക്കുള്ള നിലപാടാണ് എടുത്തത്. എന്നാലും ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് വേദനയുണ്ടെങ്കിൽ അതിൽ ഖേദമുണ്ട് എന്നുകൂടി അവർ പറയുന്നു. അതായത് ആരോപണ വിധേയരായ നേതാക്കൾ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. 10 വനിതാ നേതാക്കൾ, MSF-ന്റെ നേതാക്കൾ മുസ്ലിം ലീഗിനോട് ആവശ്യപ്പെട്ട നീതി ഇതായിരുന്നോ? സത്യത്തിൽ ഇതില് നീതി എന്ന് മാത്രമല്ല, യാതൊരുവിധ കൃത്യമായ ഒരു നിലപാട് പോലുമല്ല ലീഗിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ചർച്ചയിൽ ഇരിക്കുമ്പോൾ ഇതിന്റെ അവസാന നിമിഷത്തിൽ പോലും ബഹുമാനായ അബ്ദുറഹ്മാൻ രണ്ടത്താണി പറഞ്ഞത്, ഇത് അങ്ങനെ ഒരു മോശം പരാമർശം അതല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണെന്നും അങ്ങനെ ഒരു പരാമർശം ഉണ്ടായത് പരാതിക്കാർ ഉന്നയിച്ചത് കൊണ്ട് മാത്രമാണ് അതൊരു പ്രശ്നമായി പാർട്ടിയും അതുപോലെ ആരോപിതനായ ആൾക്കാരും കണ്ടതെന്നും എന്നുള്ളത് ഇവരുടെ സംസാരത്തിൽ തന്നെ വ്യക്തമാണ്. ഇവരുടെ ഭാഗത്ത് നിന്ന് ഇതിൽ കൂടുതൽ നീതി അതല്ലെങ്കിൽ ഇതിൽ കൂടുതലുള്ള നിലപാട് പ്രതീക്ഷിച്ചു പോയതാണ് ശരിയായ തെറ്റ്. കാരണം ഇപ്പോഴും അതെന്താണ് പറഞ്ഞ തെറ്റെന്താണെന്നോ അതിലെ ഖേദം പ്രകടിപ്പിക്കേണ്ട ഒരു വിഷയമാണോ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവ് ഇവർക്കുണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇതിൽ കൂടുതൽ ഇവരോട് നമുക്ക് സംസാരിച്ച് ചർച്ചയ്ക്ക് ഇരിക്കാൻ കഴിയുക എന്നതാണ് ഇതിന്റെ ഒരു വസ്തുത. ശരി, എന്താണ് പ്രശ്നം എന്ന് മനസ്സിലായാലല്ലേ അഡ്രസ്സ് ചെയ്യാൻ കഴിയൂ എന്നൊരു പ്രശ്നമുണ്ട്. അത് ലീഗ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. ശ്രീ മുഹമ്മദ് ഹനീഫ, ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ MSF-നെ എടുത്താൽ നിരവധി പെൺകുട്ടികൾ അതിൻ്റെ നേതൃനിരയിലേക്ക് വരുന്നുണ്ട്. സമീപകാലത്ത് നടന്ന ദേശീയ തലത്തിൽ തന്നെ നടന്ന സമരങ്ങളിൽ പെൺകുട്ടികളുടെ, വനിതകളുടെ പ്രാതിനിധ്യം നമ്മൾ എടുത്തു പറഞ്ഞതും അത് ശ്രദ്ധേയവുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ മുസ്ലിം ലീഗിൻ്റെ ഈ നിലപാട് ആ പാർട്ടിയിലെ വനിതകളെ സംബന്ധിച്ച് തൃപ്തികരമായിരിക്കുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഈ MSF-ന്റെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ യൂണിറ്റ് കമ്മിറ്റി മുഴുവൻ അവർ ഉപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നിലപാടുമായിട്ട് വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥിനികളുടെയും മുഖത്ത് നോക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ MSF-ന്റെ വനിതാ നേതാക്കളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ വനിതാ നേതാക്കൾ എന്ന് മാത്രമല്ല MSF-ന്റെ നേതാക്കളെ സംബന്ധിച്ച് ക്യാമ്പസിലൊക്കെ പോയാൽ കുട്ടികളുടെ മുഖത്ത് നോക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ പാർട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അല്ല, അത് ആ ചോദ്യത്തിന് അങ്ങനെ തന്നെ ഇല്ല എന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും. കാര്യം MSF-ന്റെ ഒരു ഘട്ടത്തിൽ, അതിൻ്റെ ഒരു വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഉണ്ടായി വന്ന ഒരു പ്രസ്ഥാനമാണ്. അവർ വളരെ ബോധപൂർവം ചില പദ്ധതികളുടെ ഭാഗമായി തന്നെ മുസ്ലിം പെൺകുട്ടികളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരിക എന്ന വളരെ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി തന്നെ രൂപീകരിച്ച ഒരു സംഭവമാണ് ഈ ഹരിത എന്ന് പറഞ്ഞത്. അതുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ കൂടി നോക്കണം. കേരളം ഇപ്പോൾ പ്രത്യേകിച്ച് മലബാറിലെ കോളേജുകളിൽ ഏകദേശം 70% പെൺകുട്ടികളാണ് പഠിക്കുന്നത്. ഈ പെൺകുട്ടികളാണ് പലപ്പോഴും പല ക്യാമ്പസുകളിലും പ്രധാനപ്പെട്ട MSF അതിൻ്റെ രാഷ്ട്രീയ വിജയം ആഘോഷിക്കുന്ന പല ക്യാമ്പസുകളിലും അതിൻ്റെ ശക്തി സ്രോതസ്സായി നിൽക്കുന്നത്, അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അടിത്തറയായി നിൽക്കുന്ന പെൺകുട്ടികളും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനവും അവരുടെ സാമൂഹികമായ രാഷ്ട്രീയമായ ഇടപെടലുകളും അതവർ ക്യാമ്പസുകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയുണ്ടായി. ഈ പുറത്ത് അവർ നടത്തുന്ന സമരങ്ങൾ, പ്രത്യേകിച്ച് CAA കാലം മുതൽ നമുക്കതറിയാം, നിരവധി വിഷയങ്ങളിൽ അവർ നടത്തുന്ന സമരങ്ങൾ, അവർ ഉണ്ടാക്കിയെടുത്തൊരു ദൃശ്യത,
അത് പാർട്ടിയെ വളരെ തോതിൽ വലിയ തോതിൽ പിന്നെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളിൽ പൊതു തെരഞ്ഞെടുപ്പുകളിൽ ലീഗിന് വനിതാ സ്ഥാനാർത്ഥികളില്ല എന്ന പരാതി അവർ പരിഹരിക്കുന്നത് ഈ MSFൻ്റെ ഈ വനിതാ വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ടാണ്, അവരുടെ ദൃശ്യത പൊതുരംഗത്ത് കാണിച്ചുകൊണ്ടാണ്. മാത്രമല്ല അത്തരം ആളുകളാണ് പലപ്പോഴും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട മാറ്റം. അതുവരെ മുസ്ലിം ലീഗ് നേതാക്കളുടെ സഹോദരിമാരോ ഭാര്യമാരോ ഉമ്മമാരോ ഒക്കെ ആയിരുന്ന സ്ഥാനാർത്ഥികൾക്ക് പകരം സ്വതന്ത്രമായി സ്വന്തം നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പരിചയമുള്ള ആളുകൾ പൊതുരംഗത്തേക്ക് കടന്നു വന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഒരു ഫലമാണ്. ആ ഫലം ഉണ്ടാക്കിയെടുത്തത് ഹരിതയുടെ പ്രവർത്തനത്തിലുള്ള ആളുകളാണ്. അവർ ഹരിതയുടെ മേഖല രാഷ്ട്രീയമായ പരിചയം നേടിയെടുത്ത ആളുകളാണ് പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പല സ്ഥലങ്ങളിലും തലപ്പത്തേക്ക് വന്നത്. ജില്ലാ പഞ്ചായത്തിലും പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും അടക്കം അതിൻ്റെ തലപ്പത്തേക്കൊക്കെ വന്നത്. ഈ ഒരു സാധനം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ഇവർ ഇതിനെ തീർത്തും വ്യത്യസ്തമായ മറ്റൊരു തലത്തിൽ സംഘടനാപരമായ രീതിയിലുള്ള ഒരു കാര്യം മാത്രമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു നീതിയുടെ പ്രശ്നമുണ്ട്. രണ്ട് തരത്തിലുള്ള നീതിയുണ്ട്. ഒന്ന്, ഒരു ലിംഗനീതിയുടെ പ്രശ്നമായിട്ട് ഇത് പൊതുസമൂഹത്തിന് മുമ്പാകെ നിൽക്കുകയാണ്. അവിടെ ആക്ഷേപിച്ചോ ഇല്ലയോ തെറ്റിദ്ധാരണയാണോ എന്നതൊക്കെ ഇപ്പോൾ പറയുന്ന ഒരു വ്യാഖ്യാനം മാത്രമാണ്. നേരത്തെ അങ്ങനെയല്ല. കൃത്യമായി ഒരു പിന്നെ വനിതാ കമ്മീഷൻ പോലെയുള്ള ഒരു ഭരണഘടനാ പദവിയുള്ളൊരു സ്ഥാപനത്തിന് മുമ്പാകെ ചെന്ന പരാതിയാണ് ഇതിൻ്റെ ഉള്ളടക്കം. അത് കേവലമായ തെറ്റിദ്ധാരണയുടെയോ അല്ലെങ്കിൽ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ഒരു പരാതിയാണ് എന്ന് വിചാരിക്കാൻ കഴിയില്ല. മാത്രമല്ല ആ പരാതി ഉന്നയിച്ച ആളുകൾ നിയമപരമായ അറിവുള്ള ആളുകളാണ്. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, വനിതാ ഈ പെൺകുട്ടികളൊന്നും അത്ര മോശക്കാരൊന്നുമല്ല. അവർ ഈ കൊച്ചുകുട്ടികളിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബ് പറയുന്നത് പോലെ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കൊച്ചുകുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന പോലെയല്ല. അവർക്കറിയാം. ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ, നമ്മളുടെ തലമുറകളെക്കാൾ കൂടുതൽ അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയുണ്ട്. അവരോടാണ് നമ്മൾ ഈ പാർട്ടിയുടെ പിന്നെ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് നീതിയുടെ പ്രശ്നമുണ്ട്. ഇതിൽ സംഘടനാപരമായി തന്നെ നീതിയുടെ പ്രശ്നമുണ്ട്. ഇത് ഹരിതയെ മരവിപ്പിച്ചത് എന്തിനാണ് എന്ന് ഉത്തരം പറയാൻ കഴിയുമോ? എന്തിനാണ് ഹരിതയെ മരവിപ്പിച്ച് നിർത്തിയത്? ആ മരവിപ്പിച്ച് നിർത്തിയത് പിൻവലിച്ചു എന്നതാണ് നീതിയായിട്ട് പറയുന്നത്. യഥാർത്ഥത്തിൽ മരവിപ്പിക്കുന്നത് തന്നെ അനീതിയല്ലേ? ഒരു സംഘടനയിൽ ഒരു വിഭാഗം പാർട്ടിക്ക് മുമ്പാകെ പരാതി ഉന്നയിക്കുമ്പോൾ ആ വിഭാഗത്തെ മരവിപ്പിച്ച് നിർത്തത് എന്തിനാണ്? അവരുടെ നീതിയുടെ പ്രശ്നത്തെ പരിഹരിക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് അതിനോട് അഡ്രസ്സ് ചെയ്യാതെ അവരെ മരവിപ്പിച്ച് നിർത്തുക. അതിനുശേഷം അവർ ഉന്നയിച്ച പ്രശ്നത്തിന് യാതൊരുവിധ പരിഹാരവും കണ്ടിട്ടില്ല. ഈ ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിക്കൂ. ഇപ്പോൾ ആരോപണ വിധേയരായ ആളുകൾ എന്ന് പാർട്ടി പറയുന്ന 3 പേരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിക്കൂ. അതിൽ പറയുന്ന നിരുപാധികമായ ഒരു ഖേദപ്രകടനം അവർ നടത്തിയിട്ടില്ല. അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് അഥവാ ആർക്കെങ്കിലും ഇത് തെറ്റായി തോന്നുകയാണെങ്കിൽ, സഹപ്രവർത്തകർക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന ഉപാധിയോട് കൂടിയിട്ടുള്ള ഒരു തരം ഖേദപ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഇത് കുറ്റകരമായ ഒരു കാര്യമാണ്. ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു സാമൂഹിക ബോധത്തോടു കൂടി പരിശോധിക്കുമ്പോൾ ജെൻഡർ ജസ്റ്റിസ് എന്നത് വളരെ എന്താ പറയുക കുറ്റകരമായ ഒരു കാര്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്ന് പാർട്ടിക്കും ബോധ്യപ്പെടുന്നില്ല, ആ തെറ്റ് ചെയ്ത ആളുകൾക്കും ബോധ്യപ്പെടുന്നില്ല. എന്നിടത്താണ് പ്രശ്നം ഇപ്പോൾ നിലകൊള്ളുന്നത്. ഈ സമയത്തും ഹരിതയുടെ ആളുകൾ ഈ പറയുന്ന തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രസ്താവനയെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് തീർച്ചയായിട്ടും ഈ കാലത്തും അങ്ങനെയുള്ള ഒരു സമീപനത്തെക്കുറിച്ച്, ജെൻഡർ ജസ്റ്റിസിന്റെ സമീപനത്തെക്കുറിച്ച് ബോധവാന്മാരാവുന്നില്ല എങ്കിൽ അതൊരു ഗുരുതരമായ പ്രശ്നമാണ്. ശ്രീമതി ഷീന ഷുക്കൂർ, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയ്ക്കിരുന്ന ദിവസം അന്ന് പകൽ വാർത്താസമ്മേളനം നടത്തിയ ഫാത്തിമ തെഹലിയ പറഞ്ഞത് മുഴുവൻ പാർട്ടികൾക്കും, ഈ രാജ്യത്തെ മുഴുവൻ പാർട്ടികൾക്കും മാതൃകയാകുന്ന നടപടിയെടുക്കും എൻ്റെ പാർട്ടി എന്ന് ഉത്തമ വിശ്വാസമുണ്ട് എന്നാണ്. ആ ഉത്തമ വിശ്വാസമാണോ ആത്യന്തികമായി നടപ്പായത്? അങ്ങനെ തോന്നുന്നുണ്ടോ? അതെ, അന്ന് ഫാത്തിമ തെഹലിയ പത്രസമ്മേളനം നടത്തിയ സമയത്ത് എനിക്കും വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതല്ലെങ്കിൽ പൊതുവായിട്ടും സ്ത്രീകൾക്കെതിരെയുള്ള അപമാനകരമായ വെർബൽ അബ്യൂസുകളും സ്ത്രീകൾക്കെതിരെയുള്ള ഇൻസൾട്ടിങ്ങും ഇതൊക്കെ നിരന്തരം നമ്മൾ കേൾക്കുന്നതാണ്, നടക്കാറുള്ളതുമാണ്. അപ്പോൾ പക്ഷേ പാർട്ടിക്കകത്ത് ഇപ്പോൾ മുസ്ലിം ലീഗിനകത്ത് പെൺകുട്ടികൾ ഇതുപോലെ ഒരു കംപ്ലൈൻറ്റും കൊണ്ടുവരുന്നത് ഇത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം. നമ്മളിപ്പോൾ സാധാരണ മുസ്ലിം ലീഗ് സ്ത്രീകളെ അവോയ്ഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഉള്ള സംസാരവും കളിയാക്കലും ഒക്കെ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ്. അപ്പോൾ അതിന് ഓവർകം ചെയ്യാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് തന്നെയായിരുന്നു ഞാനൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പൊതുവെ എല്ലാവരും അങ്ങനെ ഒരു പ്രതീക്ഷ, ആ കുട്ടികളും പത്രസമ്മേളനം നടത്തിയപ്പോഴും അവരൊക്കെ സംസാരിച്ചതെന്നൊക്കെ നമ്മൾ അതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഇവിടെ സംഭവിച്ചത്, ഈ പെൺകുട്ടികൾ പരാതി കൊടുത്തപ്പം ആക്ച്വലി ഈ പിന്നെ പാർട്ടിക്കകത്തോ
അത് ഒരു ഹേർട്ട് ചെയ്ത രീതിയിലാണ് എടുത്തത്. അവർക്ക് മറിച്ച് ഇതൊരു അവസരമായിട്ട് എടുത്തിട്ട് അവരെ സഹായിക്കാനും ഈ നിലപാടുകൾ വ്യക്തമാക്കാനും, പെൺകുട്ടികൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അവർ സേഫാണെന്നും അവരെ ഡെവലപ്പ് ചെയ്യാനും ഇൻസ്റ്റിറ്റ്യൂഷണൽ അതുപോലെ സംഘടനാ പാഠവങ്ങൾ വളർത്തിയെടുക്കാനും അവരുടെ കോൺട്രിബ്യൂഷൻ വിലമതിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ എടുക്കും എന്ന് പറയാനും ഉള്ള വലിയൊരു അവസരമാണ് ഇപ്പോൾ ആക്ച്വലി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതെന്നുള്ളതാണ്. ഇവിടെ ഈ വിശദീകരണം ചോദിച്ചതിനെ സംബന്ധിച്ചിട്ട് ഇനിയൊന്നും ഇല്ലെന്നും കൂടിയാണ് പറയുന്നത്. അപ്പം ഒരു ഔദാര്യം പോലെയാണ് നമ്മളത് കാണുന്നത്. ഇവരുടെ ഈ മാപ്പ് പറച്ചിലും മാപ്പ് പറഞ്ഞു തന്നെ പെൺകുട്ടികളോട് മാപ്പ് പറഞ്ഞതായിട്ട് അതിൽ കണ്ടിട്ടുമില്ല. അപ്പം പരാതിയുമായിട്ട് വന്ന പെൺകുട്ടികൾ അവരെ നിരന്തരം ഡീമോറലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികൾ വരുന്നതിന് പകരം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് എടുക്കാമായിരുന്നു. ആ ഓപ്പർച്യൂണിറ്റി ലീഗ് നഷ്ടപ്പെടുത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അവിടെയാണ് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗ് എന്ന പാർട്ടി തന്നെ വിമർശനം നേടുന്നത്. MSF വിമർശനം നേരിടുന്നു എന്നുള്ളതിനപ്പുറത്ത് മുസ്ലിം ലീഗ് വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതൊരു ഗൗരവപൂർണ്ണമായ ചോദ്യമല്ലേ? ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഇത്രയും ജെൻഡർ സെൻസിറ്റീവായി എന്നൊക്കെ വിചാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ പഴകിയ മനോനിലയിലുള്ള ഒരു തീരുമാനം എന്തുകൊണ്ടൊരു പാർട്ടി എടുക്കുന്നു എന്നുള്ളത് പ്രശ്നമാണ്. നിങ്ങളുടെ തന്നെ പാർട്ടിയുടെ ചെറുപ്പക്കാർക്ക്, ക്യാമ്പസുകളിൽ പഠിക്കുന്നവർക്ക്, ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസുകളാകട്ടെ കേരളത്തിലെ ക്യാമ്പസുകളാകട്ടെ, അവിടെ പഠിക്കുന്ന ആളുകൾക്ക് മറ്റ് വിദ്യാർത്ഥികളോട് ഞങ്ങളുടെ പാർട്ടി ഇതാ ചെയ്തിരിക്കുന്നു ഇങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ കഴിയുമോ? ഞാൻ നേരത്തെ കാലിക്കറ്റ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പറഞ്ഞ കാര്യം, അവർ ഔദ്യോഗികമായി തന്നെ പറഞ്ഞ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. കുട്ടികളുടെ മുഖത്ത് നോക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാണ് അവർ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടത്. അപ്പോൾ ഫാത്തിമ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് അന്തസ്സോടെയും അഭിമാനത്തോടു കൂടിയും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം വേണമെന്ന്. അങ്ങനെ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് അന്തസ്സോടുകൂടി ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം വേണമെന്ന് ലീഗിന്റെ നേതാക്കൾക്ക് എന്തുകൊണ്ടാണ് തോന്നാത്തത്? അത് അത്ഭുതകരമാണ്. അഭിലാഷ്, എൻ്റെ സഹോദരി ഷീന ഷുക്കൂർ വളരെ മനോഹരമായി അങ്ങ് പറയുന്നതിനൊക്കെ മറുപടി പറഞ്ഞു. കാരണം മുസ്ലിം ലീഗ് പാർട്ടിക്കകത്ത് ഇത്തരം അനുഭവങ്ങൾ മുമ്പുണ്ടായിട്ടില്ല. ലീഗിൽ ആദ്യത്തെ അനുഭവമാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതൃത്വം ഇത് ഗൗരവപൂർവ്വം കണ്ടു, വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കേട്ടു. ഒരു സംഘടനാ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ഏത് വിഷയങ്ങൾ വരുമ്പോഴും മുസ്ലിം ലീഗ് പാർട്ടി അനുരഞ്ജനത്തിലൂടെയും അതോടൊപ്പം തന്നെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്താൻ പരിശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്ത പാർട്ടിയാണ്. അതുകൊണ്ട് ഈ വിഷയം ഗൗരവപൂർവ്വം ഞങ്ങൾ ചർച്ച ചെയ്യുകയും അവരുടെ വിശദീകരണം ആവശ്യപ്പെടുകയും. ചെറിയ സാങ്കേതിക തകരാറുണ്ട് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ആ ഫീഡിനത് ശരിയാക്കി വന്നാൽ നമുക്ക് കുറെ കൂടി വ്യക്തതയോടുകൂടി ലീഗിൻ്റെ നിലപാട് എന്താണ് എന്ന് മനസ്സിലാവും. അത് ശരിയായിട്ടുണ്ടോ ഇല്ല, ഞാൻ വരാം. ശ്രീ മുഹമ്മദ് ഹനീഫ, ഈ കാര്യത്തെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ലീഗിൻ്റെ എല്ലാ നേതാക്കളും തന്നെ അവരുടെ പ്രതികരണം നടത്തിക്കഴിഞ്ഞു. അതിൽ യുവ നേതാക്കളുണ്ട്. മുനവർ അലി തങ്ങൾ പറഞ്ഞു ഖേദപ്രകടനം ഒരു നടപടിയാണ് എന്ന്. PK ഫിറോസ് പറഞ്ഞു ഇതൊരു അടഞ്ഞ അധ്യായമായി മാറിക്കഴിഞ്ഞുവെന്ന്. യുവനിരയിലെ തന്നെ പ്രധാനപ്പെട്ട യൂത്ത് ലീഗിൻ്റെ നേതാക്കളടക്കം പാർട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു, ഇതിൽ കൂടുതൽ ഒന്നുമില്ല, ഇത് നിങ്ങൾ അംഗീകരിച്ചുകൊള്ളൂ എന്നൊരു സന്ദേശം കൊടുക്കുമ്പോൾ ഹരിതയുടെ ഈ നേതാക്കൾക്ക് MSFൽ നിൽക്കണമെങ്കിൽ, ഭാവിയിൽ ലീഗിൽ നിൽക്കണമെങ്കിൽ ഇത് അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ വേറെ പോകാൻ വഴിയില്ലല്ലോ. ഇല്ലെങ്കിൽ ലീഗ് എന്ന അവരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ആശ്രയം ഉപേക്ഷിക്കേണ്ടി വരും. അതെ, അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ 2-3 കാര്യങ്ങളിലേക്കുള്ള സൂചനകൾ ഇപ്പോൾ ഇവിടെ അബ്ദുറഹ്മാൻ രണ്ടത്താണി നേരത്തെ ആദ്യത്തെ സംസാരത്തിൽ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഒന്നിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ലീഗിൽ നിങ്ങൾ കീഴടങ്ങി നിന്നുകൊള്ളൂ, അല്ലെങ്കിൽ ഇത്തരം അബ്യൂസുകൾ സഹിച്ചുകൊണ്ടും അതിനോട് പുറത്തുകൊണ്ടും അപ്പോഴൊക്കെയും നിങ്ങളുടെ പാർട്ടിയുടെ അച്ചടക്കം പാലിച്ചുകൊണ്ടും നിന്നുകൊള്ളൂ എന്നൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന പരമാവധി ദൂരം ഇത്രയാണ്, അതിനപ്പുറത്തേക്ക് നിങ്ങൾ പാർട്ടിക്ക് സ്വീകാര്യമല്ലാത്ത പാർട്ടി നേതാക്കൾക്ക്, പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും നമ്മൾ രണ്ടായി തന്നെ കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പഴഞ്ചൻ നേതൃത്വത്തിന് സ്വീകാര്യമല്ലാത്ത യുക്തികൾ, സ്വീകാര്യമല്ലാത്ത ആശയങ്ങൾ നിങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്നാണ് അവർ കൃത്യമായി പറയുന്നത്. ഇവിടെ തന്നെ ഇവർ പറയുന്ന ഒരു കാര്യം നോക്കൂ, ഈ വനിതാ കമ്മീഷന് മുമ്പാകെയുള്ള പരാതി പിൻവലിക്കണം എന്നാണ് പറയുന്നത്. സാങ്കേതികമായി സാധ്യമാവുന്ന ഒന്നാണോ? വനിതാ കമ്മീഷൻ പോലെയുള്ളൊരു സ്ഥാപനത്തിൽ ചെന്ന് പരാതി കൊടുത്ത് ഞങ്ങൾക്ക് ഇനി പരാതി ഒന്നുമില്ല എന്ന് പിൻവലിക്കാൻ കഴിയുമോ? അതിന് നിയമപരം ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ സാധ്യമല്ല എന്നാണ്. നിയമപരമായ അതിൻ്റേതായ അതിൻ്റേതായ നടപടിക്രമങ്ങൾ ഉണ്ടാവും. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി കോടതിയിലോ അല്ലെങ്കിൽ മൊഴി എടുക്കുന്ന സമയത്തോ വിചാരണ സമയത്തോ ഒക്കെ അത് പിൻവലിക്കാവോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അത് ഒത്തുതീർക്കാൻ കഴിയുമോ എന്ന് നോക്കുക എന്നതിനപ്പുറം
കൊടുത്തൊരു പരാതി പിൻവലിക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, പരാതി പിൻവലിക്കുമെന്ന് ആരാണ് പറയുന്നത്? പാർട്ടിയുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ആൾ എഴുതി കൊടുക്കുകയാണ് ഹരിത പരാതി പിൻവലിക്കും എന്ന്. ഇതാരാണ് ഇവരെ ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? അങ്ങനെ ഒരു പാർട്ടിക്ക് അധികാരമുണ്ടോ? ഇത്തരം ഘട്ടങ്ങളിൽ നടക്കുന്ന എല്ലാ ചർച്ചകളിലും പാർട്ടി കോടതി എന്ന വാക്കുകൾ ഇവർ ഉന്നയിച്ചിട്ടില്ലേ CPM-നെതിരെ? CPM ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ യുവ തുർക്കികൾ പോരാടിയിട്ടില്ലേ ചാനൽ ചർച്ചകളിലും അല്ലാതെയും ഒക്കെ? ഇപ്പോൾ ഈ ഫിറോസ് അടക്കമുള്ള ആളുകൾ പറയുന്നത്, താങ്കൾ പേര് പറഞ്ഞ ആളുകളടക്കം പറയുന്നത് ഇതാണ് അന്തിമമായ തീരുമാനമെന്നാണ്. ഈ തീരുമാനം ഹരിത അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊരു ചോദ്യമല്ലേ? അവരതിനെക്കുറിച്ച് വ്യക്തമായി പുറത്ത് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, പിന്നെ ഇതിൽ ഈ നീതിയുടെ പ്രശ്നം എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല? പെൺകുട്ടികൾ ഉന്നയിക്കുന്ന ചോദ്യത്തിന് എന്ത് മറുപടിയാണ് ഇവർ പറഞ്ഞത്? പെൺകുട്ടികൾ അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് അത്? പൊതുസമൂഹത്തിന് കൂടി താല്പര്യമുള്ള ഒരു വിഷയമാണ് ഇത്. തീർത്തും സംഘടനാപരമായ ആഭ്യന്തര വിഷയമല്ല. ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾ, ഇദ്ദേഹം പെങ്ങന്മാരാണ്, സഹോദരിമാരാണ്, മക്കളാണ് എന്നൊക്കെ പറയുന്ന പെൺകുട്ടികൾ പുറത്ത് പൊതുസമൂഹത്തിൽ ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ ഈ പാർട്ടിയിൽ നിന്ന് അതിൻ്റെ ആൺകോയ്മവാദികളായ ആളുകൾ ചെയ്യുന്നത് എന്ത് എന്ന് പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്. അവർ നിങ്ങളുടെ മാത്രം സഹോദരിമാരല്ല, പുറത്തു നിൽക്കുന്ന പൊതുസമൂഹത്തിലെ എല്ലാവരുടെയും സഹോദരിമാരും അമ്മമാരും ഒക്കെയാണ്. അവർക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾക്കത് അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ എന്ത് നടപടി ഈ വിഷയത്തിൽ എടുക്കൂ എന്ന് ഒരു പൗരൻ എന്ന നിലയിൽ എനിക്കറിയാൻ താല്പര്യമുണ്ട്. അതാണ് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണ് അതിന്റെ പ്രശ്നം. ഇതൊരു പൊതു പ്രശ്നമാണ്. ലീഗിന്റെ ആഭ്യന്തര വിഷയമോ അതിനപ്പുറത്തൊരു സംഘടനാ വിഷയമോ അല്ല. ഇതിൽ സംഘടനാ കാര്യങ്ങളില്ല. പരാതി പൊതുവാണ്. അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഇവിടെ രമ്യ ഹരിദാസിനോട് ചില നേതാക്കൾ പറഞ്ഞതുപോലെയോ MM മണി അങ്ങ് സമരക്കാരോട് പറഞ്ഞതുപോലെയോ ഉള്ള ഭാഷയൊന്നും ആരും ഉപയോഗിച്ചിട്ടില്ല. ആദ്യമായി അങ്ങ് മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ലീഗ് പാർട്ടിക്കകത്ത് അത്തരത്തിലുള്ളൊരു കീഴ്വഴക്കവുമില്ല. ഞങ്ങൾ പാർട്ടി കോടതി, പാർട്ടി തീരുമാനിക്കും, പാർട്ടിക്കകത്ത് ഏത് പീഡന കേസും ഞങ്ങൾ തീരുമാനിക്കും എന്നൊന്നും പറയുന്ന രാഷ്ട്രീയ ധിക്കാരമൊന്നും കാണിക്കുന്ന പാർട്ടിയല്ല ലീഗ്. ഞങ്ങൾ ഈ വിഷയത്തെ വളരെ ഗൗരവപൂർവ്വമാണ് അഡ്രസ്സ് ചെയ്തത്. ഞാൻ എനീഫ ഒരു നിരീക്ഷകൻ്റെ ലൈനിൽ നിന്ന് മാറി സംസാരിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഞങ്ങൾ ഈ വിഷയത്തെ കണ്ടത് വളരെ ഗൗരവപൂർവ്വമാണ്. ഗൗരവപൂർവ്വം കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം ഭംഗിയായി കൈകാര്യം ചെയ്ത് ഞങ്ങൾ അവരെ കൂടി, വനിതാ നേതാക്കളെ കൂടി ഇരുത്തിയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അവർ പറഞ്ഞ വിഷയങ്ങളെ മുഴുവൻ ഞങ്ങൾ അഡ്രസ്സ് ചെയ്തു. ആ അഡ്രസ്സ് ചെയ്ത വിഷയങ്ങളിൽ ഒന്ന്, നിങ്ങൾക്കറിയാം, MSF-ൽ വനിതാ നേതാക്കന്മാർക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകാൻ സംവിധാനമൊരുക്കാൻ തീരുമാനിച്ചു. ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്ന ഹരിതയും അതുപോലെ തന്നെ MSF-ഉം ശക്തമായി പ്രവർത്തിക്കുന്ന, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അനുദിനമുണ്ടാകുന്ന അവരുടെ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ സെല്ലുണ്ടാക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ ഹരിതയ്ക്ക് കൃത്യമായി രംഗത്ത് വന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ പാർട്ടി നടപടികൾ എടുക്കുന്നു. ഇങ്ങനെ പരമാവധി വനിതകൾക്ക് പ്രാമുഖ്യം നൽകുകയും അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് പാർട്ടി ഇന്നലെ തീരുമാനമെടുത്തത്. ആ തീരുമാനത്തെയാണ് ഗൗരവപൂർവ്വം കാണേണ്ടത്. അല്ലാതെ ഞങ്ങളെ പാർട്ടി ആ തീരുമാനം ഹരിതയുടെ MSF-ന്റെ നാഷണൽ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾക്ക് ബോധ്യപ്പെട്ടോ? അവർ അംഗീകരിച്ചോ ആ തീരുമാനത്തെ? അങ്ങനെ ഒന്ന് പരസ്യമായി ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, അവരടക്കമുള്ള നേതാക്കന്മാർ ഒന്നിച്ചാണല്ലോ തീരുമാനമെടുത്തത്. ഞങ്ങളുടെ നേതൃത്വം അതിനുശേഷമാണല്ലോ പറഞ്ഞത്. പിന്നീട് ഓരോ ദിവസവും രാവിലെ വാർത്താ മാധ്യമങ്ങളിൽ ഉണ്ടാക്കുന്ന ഓരോ ഗോസിപ്പിനും ഞങ്ങളുടെ പാർട്ടി മറുപടി പറയണം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഞങ്ങളുടെ ഒരു നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ ഇന്ന് രാവിലെ മുതൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ വാർത്തകൾ ഇവിടെ നിന്നാണ്. ഞാൻ ഇവിടുത്തെ മീഡിയ വണ്ണിനെ കുറിച്ചല്ല പറയുന്നത്. ഇവിടുത്തെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുക. കാരണം അവർക്ക് ആവശ്യം, മുസ്ലിം ലീഗ് ആദ്യം പറഞ്ഞത് ഇതാ കറുപ്പ് സൂപ്പെടുത്ത പെണ്ണുങ്ങളുണ്ട്, കറുത്ത തുണി കൊടുത്ത കാലം കഴിഞ്ഞാൽ ലീഗ് ഉണ്ടാകില്ല. അത് കഴിഞ്ഞ് വിദ്യാഭ്യാസ രംഗത്ത് നല്ല ബിരുദാനന്തര ബിരുദമുള്ള ഗവേഷണ വിദ്യാർത്ഥികളടക്കം വരാൻ തുടങ്ങി. അവരൊക്കെ വരുന്നത് മുസ്ലിം ലീഗിലേക്കാണ്. അവരൊക്കെ വരുന്നത് MSF-ന്റെ കൊടി പിടിച്ചാണ്. അവർ വരുന്നത് ഹരിതയുടെ ബാനറിലാണ്. അപ്പം ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. കാരണം മുസ്ലിം പെൺകുട്ടികളിലെ നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ളവർ മുസ്ലിം ലീഗിനോടൊപ്പം അണിനിരക്കുമ്പോൾ സ്വാഭാവികമായും ഇതൊന്ന് തകർത്ത് കളയാമെന്ന് കരുതിയിട്ടുള്ള ആ രാഷ്ട്രീയ പരീക്ഷണമാണ് ആരെങ്കിലും നടത്തുന്നത് എങ്കിൽ അതൊന്നും വിലപ്പോകില്ല. ഞാൻ നേരത്തെ സ്റ്റുഡൻസ് ഫെഡറേഷനിലേക്ക് ധാരാളം വനിതകൾ, പെൺകുട്ടികൾ വരുന്നു. ഓക്കെ,
ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നല്ല കാര്യം. പക്ഷേ അവർക്ക് ആ സംവിധാനത്തിനകത്ത് നീതി കിട്ടണ്ടേ? MSFന്റെ ദേശീയ ഉപാധ്യക്ഷ പറയുകയാണ്, ഞങ്ങളുടെ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടമുണ്ടാകാത്ത വിധത്തിൽ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയണം. പാർട്ടിയും അണികളും ഒരേപോലെ വലുതാണ്, ഞങ്ങളൊക്കെ കുടുംബമുള്ള ആളുകളാണ്, ഞങ്ങളുടെ രക്ഷിതാക്കൾക്കും ഈ പാർട്ടിയിൽ വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് നീതി വേണം. വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ ഈ താങ്കൾ പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസമുള്ള മിടുക്കികളായ പെൺകുട്ടികൾ സംഘടനയിൽ അണിനിരക്കുന്നു. ശരി, അങ്ങനെ അണിനിരക്കുന്ന പെൺകുട്ടികൾക്ക് ആത്മവിശ്വാസവും നീതിയും കൊടുക്കണ്ടേ? ആ നീതി കൊടുക്കാത്തത് എന്ത് എന്നാണ് ഇവിടെ ശ്രീ ഹനീഫയും ചോദിച്ചത്. ആ ആത്മവിശ്വാസവും നീതിയും കൊടുക്കുന്നത് കൊണ്ടാണല്ലോ പാർട്ടി അതിനെ ഗൗരവപൂർവ്വം കണ്ടത്. പാർട്ടി അതിനെ ഗൗരവപൂർവ്വം കണ്ട് മണിക്കൂറുകളോളം അവരുമായി ചർച്ച ചെയ്ത്, MSFന്റെ നേതാക്കന്മാരുമായി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഭാവിയിൽ എങ്ങനെ MSFനെ ശക്തിപ്പെടുത്താം, ഹരിതയെ ശക്തിപ്പെടുത്താം എന്ന് ഒരുമിച്ചിരുന്ന് ആലോചിച്ച് പാർട്ടി നേതൃത്വം തീരുമാനമെടുത്താൽ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് തീരുമാനം ഒന്നേ ഉള്ളൂ. ആ പാർട്ടി തീരുമാനം അംഗീകരിക്കുക എന്നതാണ് നിലപാട്. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ ഒരു രസാവഹമായ കാര്യമുണ്ട്. ഒരിക്കൽ ഒരു സുപ്രധാനമായ ഒരു തീരുമാനം ഒരു മുന്നണി ബന്ധവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടക്കുമ്പോൾ ആ ചർച്ചയിലേക്ക് കയറിപ്പോകുന്ന സീതിയാജി സാഹിബിനോട് അന്ന് ചോദിച്ചു, നിങ്ങൾ ആ പാർട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിക്കുമോ? സീതിയാജി പറഞ്ഞു, ഉറപ്പാണ്, ഞങ്ങൾ ഈ മുന്നണിയിൽ അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സീതിയാജി പറഞ്ഞു, ഞങ്ങളത് അരക്കിട്ടുറപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞത് സീതിയുടെ നയമാണ്, ഇങ്ങോട്ട് വരുമ്പോൾ പറയുന്നത് ഞാൻ പാർട്ടിയുടെ നയമാണ്. അങ്ങോട്ട് പോകുമ്പോഴുള്ള നയം എൻ്റെ വ്യക്തിപരമാണ്, ഇങ്ങോട്ട് വരുമ്പോഴുള്ളത് എൻ്റെ പാർട്ടിയുടേതാണ്. എനിക്കുറപ്പുണ്ട്, ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന നേതാക്കന്മാരുടെ നയം ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പാർട്ടിയുടെ നയത്തോടൊപ്പമാകും എന്ന പൂർണ്ണമായ ബോധ്യം. ഓക്കെ, ശരി. ഇവിടെ ശ്രീമതി ഷീന ഷുക്കൂർ, പാർട്ടി പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതായത് പാർട്ടി ഈ കാര്യം കേട്ടു, ഗൗരവത്തോടെ എടുത്തു. പാതിരാത്രിയും കഴിഞ്ഞ് സീനിയർ നേതാക്കൾ ഇരുന്ന് ഇത് ചർച്ച ചെയ്തു. അത് മുസ്ലിം ലീഗിൻ്റെ വനിതകളോടുള്ള ഒരു വിശാല മനസ്കഥയായി കാണാമോ? അങ്ങനെയാണോ നമ്മൾ ഈ കാലഘട്ടത്തിൽ വനിതകൾ ഉന്നയിച്ചിട്ടുള്ള ഒരു വിഷയം പരിഹരിക്കുന്ന രീതിയെ, അല്ലെങ്കിൽ ആ പരിഹരിച്ച വിഷയത്തെ കാണേണ്ടത്? അതായത് ഇവിടെ ഈ വെർബൽ അബ്യൂസാണ്, അത് വളരെ വ്യക്തമായിട്ട് കുട്ടികൾക്കെതിരെ പറഞ്ഞു. പെൺകുട്ടികൾ അതിനെതിരെ പരാതിപ്പെട്ടിരിക്കുന്നു, അവർക്ക് അതിൽ പരാതിയുണ്ട്. ഇനി അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആക്ഷേപം അവർക്കെതിരെ നിൽക്കുമ്പോൾ, അവർക്കെതിരെ നടപടി വരുമ്പോൾ മാത്രമാണ് നമുക്ക് പാർട്ടി അവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവരിപ്പോൾ വേറൊരു ഏജൻസിയെ സമീപിച്ചിട്ടുണ്ട്, അത് കേസും കാര്യങ്ങളുമായിട്ട് പോവുകയാണെങ്കിൽ കൂടി പാർട്ടി ഒരു മാതൃകാപരമായിട്ടൊരു നടപടി എടുക്കേണ്ടത് അവരെ ഈ കുട്ടികൾ ആവശ്യപ്പെട്ട പോലെ കുറച്ച് ദിവസമെങ്കിലും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള മാപ്പ് പറയിപ്പിക്കലല്ലല്ലോ ഒരു വെർബൽ അബ്യൂസിനുള്ള ശിക്ഷ എന്ന് പറയുന്നത്. അത് ഏത് തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത സംഗതിയാണ്. കാരണം കുട്ടികൾ അതിൽ പരാതിയും കൊണ്ട് വന്നിട്ടുണ്ട്, അവർക്കത് അപമാനകരമായി തോന്നിയിട്ടുണ്ട്, അവരെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കൊടുക്കുന്നത്, അപ്പം ഈ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടികൾ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റു പാർട്ടിയിലെ പെൺകുട്ടികളുടെ കൂടെ അവർ ഇനിയും പ്രവർത്തിക്കണം. അവരുടെ സഹപാഠികൾ ഏത് രീതിയിലാണ് ഇതിനെ കാണുക, അതുപോലെ ക്ലാസ്സിലുള്ള കുട്ടികൾ, ഫാമിലിയിലുള്ളവർ, ഇതുപോലെ ബാക്കി പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അവരുടെയൊക്കെ മുമ്പിൽ അപമാനിതരായിട്ട് നിൽക്കുകയാണ്. അത് വല്ലാത്തൊരു ഫീലിംഗ്, അതൊരു വല്ലാത്ത ട്രോമയാണ്. എന്തൊക്കെ പറഞ്ഞാൽ അത് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ആ എക്സ്ട്രീമിൽ ഇത്രയും പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ, ആ കുട്ടികൾ അവരൊരു പരാതിയായിട്ട് പാർട്ടിയിൽ വരികയും പിന്നീട് അത് പുറത്ത് ഏജൻസിയിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ, വിമൻസ് കമ്മീഷനിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അത്രയും ഹേർട്ട് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. അതിനെ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയിലെ നേതാക്കളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അതിനെ ഈഗോ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ കാണേണ്ട ഒരു സംഗതിയല്ല ഇത്. മറിച്ച് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടെടുക്കുകയാണ് വേണ്ടിയിരുന്നത്. അതിന് ഈ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്കെതിരെ ഈ കുട്ടികൾക്ക് നീതി കൊടുക്കുന്ന രീതിയിലുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടി തന്നെ വേണമായിരുന്നു. ഇതിപ്പോൾ കുട്ടികളെ ഒരു തരത്തിലും, മാത്രമല്ല അതിൻ്റെ ഇടയിൽ മരവിപ്പിച്ചു, പിന്നീട് അത് റീഇൻസ്റ്റേറ്റ് ചെയ്തു. അപ്പം അങ്ങനത്തെ ഒന്നും സ്ഥിതികളിലേക്ക് പോകണ്ടായിരുന്നു. നല്ലൊരു, അതായത് വിമൻ ഫ്രണ്ട്ലി ആണ്, പെൺകുട്ടികൾക്ക് ഈ രംഗത്തേക്ക് വരാനും പാർട്ടിക്കകത്ത് സ്വസ്ഥമായിട്ട് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും, സ്ത്രീകളെ മതിയായ പരിഗണന കൊടുക്കേണ്ടതെന്ന് കാണിക്കാൻ പറ്റിയൊരു അവസരം കൂടിയായിരുന്നു ഇപ്പം ലീഗ് നഷ്ടപ്പെടുത്തിയത് എന്നുള്ളതാണ്.
യെസ്, ശ്രീമതി നസ്രീൻ നമ്രം, ഈ കാര്യത്തിൽ ഇപ്പോൾ വനിതാ കമ്മീഷനിൽ കൊടുത്ത കംപ്ലൈൻറ്റ് പിൻവലിക്കണം എന്നാവശ്യപ്പെടുന്നു. വനിതാ കമ്മീഷനിൽ ഒരു സ്ത്രീ പോവുക, അവരുടെ ഡിഗ്നിറ്റിക്ക് കോട്ടം സംഭവിക്കുന്ന ഒരു സംഭവം ഉണ്ടായി എന്ന ഉറച്ച ബോധ്യത്തിലായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ കൊടുത്ത പരാതി പിൻവലിക്കണമെന്ന് പറയുമ്പോൾ നേരത്തെ കൊടുത്ത പരാതി അത്ര ശരിയായിരുന്നില്ല, അല്ലെങ്കിൽ അത് വ്യാജമായ പരാതിയായിരുന്നു എന്ന് സമ്മതിക്കലാകുമല്ലോ. അങ്ങനെ സ്ത്രീകൾക്ക് സാധിക്കുമോ? അതായത് ജെനുവിനായിട്ടൊരു കംപ്ലൈൻ്റ് ആണ് എങ്കിൽ, ഇപ്പോൾ ഇവർ പൊതുപ്രവർത്തന രംഗത്തുള്ള, അതും വളരെ പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ വഹിച്ചിട്ടുള്ള, ഇപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ ചുമതലകൾ വഹിക്കുന്ന ജനപ്രതിനിധികളൊക്കെ ആയിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾ വനിതാ കമ്മീഷന് കൊടുത്തിട്ടുള്ള പരാതി പാർട്ടി പറഞ്ഞതുകൊണ്ട് പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും അവരുടെ ഡിഗ്നിറ്റി വീണ്ടും കോംപ്രമൈസ് ചെയ്യപ്പെടുകയല്ലേ? അങ്ങനെ ഒരു കോംപ്രമൈസ് ഈ വനിതകൾക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇവിടെ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം, സംസ്ഥാന കമ്മിറ്റിയിൽ നടന്ന സ്ത്രീവിരുദ്ധ പരാമർശം അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അങ്ങേയറ്റം തരംതാഴ്ന്ന രീതിയിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്സ് ഒട്ടുമില്ലാത്ത ആ ഒരു പരാമർശത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇതിനെ ഫോക്കസ് ചെയ്ത് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ലീഗിന്റെ ഭാഗത്ത് നിന്ന്. ഒരിക്കലും തോന്നുന്നില്ല, കാരണം ആ ഒരു വിഷയത്തിൽ മാത്രമാണ് ഹരിതയുടെ 10 നേതാക്കൾ കംപ്ലൈന്റുമായി വനിതാ കമ്മീഷനെ സമീപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായെന്ന് വിശ്വസിക്കാനാവുന്നതല്ല. ഫാത്തിമ തഹ്ലിയ പറഞ്ഞതുപോലെ മെന്റൽ ട്രോമയിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരുപാട് തവണകളായി, അതല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായി അത്തരം വിഷയങ്ങളെ നേരിടുന്ന ഒരു സ്ത്രീ കൂട്ടത്തിന്റെ ഒരു വലിയൊരു പരാതി തന്നെയാണ് അങ്ങോട്ട് വനിതാ കമ്മീഷനിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഇതിനെ കുഴിച്ചു മൂടാൻ ശ്രമിക്കും ലീഗിന്റെ ഉന്നത നേതാക്കളുടെ മാധ്യമങ്ങളുടെ പ്രതികരണത്തിൽ പോലും ഈ വിഷയത്തെ കുഴിച്ചു മൂടാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലീഗ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അബ്ദുറഹിമാൻ രണ്ടത്താണി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഗവേഷണ വിദ്യാർത്ഥികളായ കുട്ടികളാണ് ഹരിതയുടെ നേതൃത്വ നിരയിൽ ഉള്ളത് എന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് ലീഗാണ്, സമൂഹമല്ല. കാരണം അങ്ങനെ ഒരു ഊർജ്ജസ്വലരായ, ചിന്താശേഷിയുള്ള, സമൂഹത്തിന്റെ നീതിബോധത്തെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള പെൺകുട്ടികളായതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരെ കാത്തുനിന്ന് അതിന് ശേഷം അതൊരു വനിതാ കമ്മീഷനിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് അവർക്ക് എത്തിക്കാൻ സാധിച്ചത്. ഇതുവരെയും ലീഗിന്റെ പിൻപറ്റി നിന്നിരുന്ന സ്ത്രീ സംഘടനാ തലത്തിൽ ലീഗിനോട് ചേർന്ന് നിന്ന സ്ത്രീകളൊക്കെയും തന്നെ ഈ കീഴ്വഴക്കങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഇതുവരെ ഇത്തരം ഒരു പരാതി മുന്നിലേക്ക് വരാതിരുന്നത്. ഇപ്പോഴും ഈ പരാതി കൊടുത്തവരെ തെറ്റായി കാണുകയും അവരെ മരവിപ്പിക്കാൻ ശ്രമിക്കുകയും അവരെ മരവിപ്പിച്ചത് തിരിച്ചെടുത്തത് വലിയൊരു പ്രസ്താവനയായി കണക്കാക്കുകയും അതോടൊപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അബ്ദുറഹ്മാൻ രണ്ടത്താണി, വനിതാ കമ്മീഷനിൽ കൊടുത്തിട്ടുള്ള പരാതി പിൻവലിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു സാങ്കേതികത്വമുണ്ട്. ഇത് പിൻവലിക്കപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുക, എന്താകും പാർട്ടിയിൽ, നിങ്ങളുടെ പാർട്ടിയിൽ ഈ പെൺകുട്ടികളുടെ നില? ഇപ്പോൾ തന്നെ MSFന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് പറയുന്നു, ഞങ്ങൾ നിരന്തരമായി വ്യക്തിഹത്യക്കിരയാവുന്നു, അപകീർത്തിപ്പെടുത്തപ്പെടുന്നു, ഇതിങ്ങനെ തുടരുകയാണ്, ഞങ്ങൾക്കൊക്കെ കുടുംബമുണ്ട്, മാതാപിതാക്കളുണ്ട്, ഇത് ദയവേത് നിർത്തണം, സഹിക്കാൻ പറ്റാതെ ആയിരിക്കുന്നു, വലിയ മെൻ്റൽ ട്രോമയാണെന്നൊക്കെ ഇതിനോടകം തന്നെ പറയാണ്. അപ്പോൾ ഇതിൻ്റെ നിയമപരമായ നടപടികൾ എന്തുമാവട്ടെ, ഇനിയും ഈ മെൻ്റൽ ട്രോമ MSFനകത്ത്, ലീഗിനകത്ത് പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരുമോ? എന്തായാലും മുസ്ലിം ലീഗിനകത്തെ ഈ ഒരു ചെറിയ വിഷയം നന്നാക്കിയെടുക്കാൻ സാമൂഹ്യ പ്രവർത്തകരൊക്കെ കാണിക്കുന്ന, നമ്മുടെ വനിതകളായ സാമൂഹ്യ പ്രവർത്തകരൊക്കെ കാണിക്കുന്ന ഈ വലിയ ഒരാവേശം എനിക്ക് വലിയ സന്തോഷമുളവാക്കുകയാണ്. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഇതിനേക്കാൾ വലുതൊക്കെ നടന്നിരുന്നു. അന്ന് ഈ മുഖങ്ങളൊന്നും കണ്ടിട്ടില്ല. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പീഡനത്തിന് ഇരയായത് മുതൽ കേരളം ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അന്നൊന്നും ആരുടെയും ഒരു ശബ്ദവും കേട്ടിട്ടില്ല. ഇവിടെ അപസർപ്പക കഥ പറയുന്നത് പോലെ അങ്ങ് പറയുകയാണ്. കാരണം മാനസിക പീഡനത്തിൻ്റെ വ്യാപ്തി വലുതാണ്. ഒന്നങ്ങ് മനസ്സിലാക്കണം, ഇതൊക്കെ കൃത്യമായി അറിയുന്ന പരിണിതപ്രജ്ഞരായ നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാർക്കൊക്കെ നല്ല നേതൃത്വമുണ്ട്, നല്ല പരിചയസമ്പന്നരാണ്. അവർക്ക് നല്ല അണികളെ കുറിച്ചറിയാം. അവരോടൊപ്പം ഇരുന്നു കൊണ്ടാണ് ഹരിതയുടെ നേതാക്കന്മാർ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തത്. അത് ആദ്യം മനസ്സിലാക്കണം. പരാതി കൊടുത്തവർക്ക് പരാതി പിൻവലിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും അറിയാം. അത് ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരു കാര്യം ബോധ്യപ്പെട്ടു എന്ന് കണ്ടാൽ അവർക്കത് പിൻവലിക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്നും ലോകത്ത് നടക്കാത്തൊരു വലിയ കാര്യമൊന്നുമല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഈ പറയുന്ന ഈ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണാണല്ലോ വന്നിട്ട് പറഞ്ഞത്, ഞങ്ങളാണ് പോലീസ് സ്റ്റേഷൻ, ഞങ്ങളാണ് കോടതി, ഞങ്ങളാണ് വിധി കൽപ്പിക്കേണ്ടത്, ഞങ്ങളാണ് കുറ്റവാളികളെ കണ്ടെത്തേണ്ടത്. അന്ന് എവിടെയായിരുന്നു ഈ സാമൂഹ്യ പ്രവർത്തകരൊക്കെ? ഞങ്ങൾക്കറിയണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇതൊക്കെ ഞങ്ങൾ സത്യസന്ധമായി നേരായ വഴിക്ക് കാര്യങ്ങളെ പരിഹരിക്കാൻ പരിശ്രമിക്കുമ്പോൾ
അതൊന്നുമല്ലാതെ ഇതിലെന്തോ അപകടം പതിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കരുത്. ഞങ്ങൾ നിയമത്തിൻ്റെ വഴിക്കേ എന്നും പോയിട്ടുള്ളൂ. ആ നിയമത്തെ അനുശാസിക്കുന്നവരാണ്. നിയമത്തിൻ്റെ പരിരക്ഷ എവിടെയുണ്ടോ അത് നോക്കി അതിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ എപ്പോഴും നീതി പ്രതീക്ഷിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പരാതി പിൻവലിക്കണമെന്ന് ലീഗ് ആവശ്യപ്പെടുന്നത് നിയമത്തിന്റെ വഴിക്ക് അവർ പൊയ്ക്കോട്ടെ, സംഘടനയുടെ വഴിക്കും. പരാതി പിൻവലിക്കണമെന്ന് ലീഗ് ആവശ്യപ്പെടരുത്. ലീഗ് അഭിലാഷ് തെറ്റിപ്പോയി. ലീഗ് ആവശ്യപ്പെടുകയല്ല, അവരടക്കമെടുക്കുന്ന ഒരു കമ്മിറ്റിയുടെ തീരുമാനമാണ്. പരാതിക്കാരടക്കം ആ കമ്മിറ്റിയിലുണ്ട്. അല്ലാതെ ലീഗ് അവരോട് ഒരു സർക്കുലർ കൊടുത്ത് ആവശ്യപ്പെടുകയല്ല. അവരടക്കം യോജിച്ചെടുക്കുന്ന ഒരു അനുരഞ്ജന ശ്രമത്തിൻ്റെ തീരുമാനത്തിൻ്റെ റിസൾട്ടാണത്. അല്ലാതെ നിങ്ങൾ പിൻവലിക്കണം എന്ന് പാർട്ടി ആവശ്യപ്പെടുകയല്ല, അവരടക്കം ഉൾക്കൊണ്ടുകൊണ്ടാണ്. കാരണം അവർ എല്ലാത്തിനേക്കാളും വലുതായി അവർ ത്യാഗം ചെയ്ത് കെട്ടിപ്പടുത്ത അവരുടെ പ്രസ്ഥാനത്തെ കാണുന്നു. അല്ല, അവരെന്തായാലും അത് പൊതുമണ്ഡലത്തിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം. പക്ഷേ മുഹമ്മദ് ഹനീഫ, ഇത് പാർട്ടി വനിതാ കമ്മീഷനിൽ കൊടുത്ത പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെടുകയല്ല, മറിച്ച് എല്ലാവരും ഇരുന്നപ്പോൾ ഇവരടക്കം തീരുമാനിച്ചതാണ്. അതായത് ഈ പരാതി കൊടുത്ത പെൺകുട്ടികളടക്കം തീരുമാനിച്ചതാണ് ഈ കാര്യം. അതുകൊണ്ട് അവർ നിയമവഴിയിൽ പോകുന്നതിനെ പാർട്ടി പിന്നിലേക്ക് വലിക്കുന്നതല്ല എന്ന ന്യായം നിലനിൽക്കുന്നതാണ്. തീർച്ചയായും നിലനിൽക്കുന്നതല്ല, അത് അവരാണ് പറയേണ്ടത്. ആ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് പറയപ്പെടുന്ന ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബ് പറയുന്ന ആളുകൾ, ആ കുട്ടികൾ, അവരത് പറയണം. ഞങ്ങളിതിൽ പങ്കെടുത്തു, ഞങ്ങളുടെ കൂടി അംഗീകാരമുള്ള തീരുമാനമാണ് പാർട്ടിയെ ഇതിൻ്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡിലൂടെ പുറത്തുവിട്ടിട്ടുള്ളതെന്ന് അവരാണ് പറയേണ്ടത്. നമുക്കത് അവർ പറയുന്നത് വരെ അത് അവർ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. അവരെന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നത് എൻ്റെ ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ അവർ ഇതിനോടകം പറയേണ്ടതാണ്. ഇത്രയും വ്യക്തമായ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന കുട്ടികൾ ഇതിനോടകം അത് പറയേണ്ടതാണ്. മാത്രമല്ല, ഈ ഖേദപ്രകടനത്തിൽ അവർ തൃപ്തരാണെങ്കിൽ അവരതിനെ പിന്തുണയ്ക്കേണ്ടതാണ്. പക്ഷേ അത് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവർ പറയാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഈ ഒരു രീതിയിൽ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. 2-3 കാര്യങ്ങളുണ്ട്. ഒരു പാർട്ടിക്കകത്ത്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പോലുള്ളൊരു പാർട്ടിക്കകത്ത് പെൺകുട്ടികൾ പരാതി ഉന്നയിക്കുക എന്ന് വരുമ്പോൾ തന്നെ അത് ഏകപക്ഷീയമായി അവരുടെ പക്ഷത്ത് നിൽക്കുകയാണ് ആ പാർട്ടി ചെയ്യേണ്ടത്. അവിടെ അന്വേഷിക്കാനൊന്നുമില്ല. കാര്യം അത്രയും പ്രിവിലേജ് ഉള്ള ഒരു പക്ഷത്തിനെതിരെയാണ് കുട്ടികൾ പരാതി ഉന്നയിക്കുന്നത്. ഒരു പെൺകുട്ടികൾ പരാതി ഉന്നയിക്കുക അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് നീതി കിട്ടാൻ വേണ്ടിയാണ്. അതേപോലെ മുഖവിലക്കെടുത്തുകൊണ്ട് ആ പരാതി പരിഗണിച്ചിരുന്നുവെങ്കിൽ ഇത്രയും വിവാദങ്ങളിലേക്ക് ഇത് പോകേണ്ട കാര്യമില്ല. പാർട്ടി അവർ 2 മാസത്തോളം കാത്തിരുന്നതിന് ശേഷമാണ് വനിതാ കമ്മീഷൻ മുമ്പാകെ പോയിട്ടുള്ളത്. പിന്നെ വനിതാ കമ്മീഷൻ്റെ രാഷ്ട്രീയം, സർക്കാരിൻ്റെ രാഷ്ട്രീയം, മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് മുമ്പാകെയാണ് ഇവർ പോയിട്ടുള്ളത്. അതിൽ ആര് എന്തോ അഭിപ്രായം പറയണം. ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബ് ഇവിടെ വ്യംഗ്യമായി അത് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ സാമൂഹിക പ്രവർത്തകരും എല്ലാ പാർട്ടിയെയും ആണ് അപലപിക്കേണ്ടത്. അവരുടേതായ എല്ലാ തെറ്റുകളെയും അപലപിച്ചുകൊണ്ട് മാത്രമേ മുസ്ലിം ലീഗിനകത്ത് നടക്കുന്ന ഒരു അനീതിയെക്കുറിച്ച് പറയാവൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് പാർട്ടിയുടെ നിലപാട് എങ്കിൽ ഇത് വളരെ മോശമായൊരു നിലപാടാണെന്ന് പറയേണ്ടി വരും. 2 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, അദ്ദേഹം പറയുന്ന നീതി, പാർട്ടിയിൽ ആളുകളെ MSFൽ വനിതാ പ്രാതിനിധ്യം ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഹരിതയ്ക്ക് അധികകാലം ജീവൻ ഉണ്ടാവില്ല എന്നാണ്. ഹരിത പിരിച്ചുവിടാൻ പോവുകയാണ്. ഹരിത പിരിച്ചുവിടുകയും പാർട്ടിയിൽ MSFൽ കുറേ ആളുകളെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് നിർത്തുകയും ചെയ്യുക എന്നതിലേക്കായിരിക്കും ഇത് കടക്കാൻ പോകുന്നത്. അതിൻ്റെ ആയിട്ടാണ് എനിക്ക് ആ കാര്യം മനസ്സിലാവുന്നത്. രണ്ടാമത്, നീതിയുടെ പ്രശ്നമാണ് എന്ന് മനസ്സിലാവാത്തടത്തോളം കാലം ഈ പ്രശ്നത്തിന് ശരിയായ രീതിയിലുള്ള പരിഹാരത്തിലേക്ക് എത്താൻ ഈ പാർട്ടി നേതൃത്വത്തിൽ കഴിയുകയില്ല എന്നുള്ളതാണ് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. ശരി, നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, താങ്കളുടെ ഇക്കാര്യത്തിലുള്ള കമൻസ്. ഇതുവരെയും ഈ പരാതി കൊടുത്ത പെൺകുട്ടികൾ ആരും ഈ നടപടിയെ അംഗീകരിച്ച് രംഗത്ത് വന്നിട്ടില്ല. ഞങ്ങളടക്കം സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. അവർ ഇപ്പോൾ എന്തായാലും ഒരു കാര്യവും കമൻറ്റ് ചെയ്യുന്നില്ല. അവർ കൂടി എടുത്ത തീരുമാനമാണെങ്കിൽ അവർക്ക് ആ തീരുമാനം അംഗീകരിക്കുന്നു എന്ന് പറയാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും നേരിടേണ്ടി വരില്ലല്ലോ. എന്ന് മാത്രമല്ല, ഈ മാനസിക പീഡനത്തിൻ്റെ കാര്യം പറഞ്ഞത് പുറത്തുള്ള സാമൂഹ്യ പ്രവർത്തകരോ പൊതുപ്രവർത്തകരോ ഒന്നുമല്ല. ഫാത്തിമ തഹ്ലിയ ഉപയോഗിച്ച വാക്കാണ് മെൻ്റൽ ട്രോമ. ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ ട്രോമയിലൂടെയാണ് എന്ന് വാർത്താ സമ്മേളനം വിളിച്ച് MSFൻ്റെ നാഷണൽ വൈസ് പ്രസിഡന്റ് പറഞ്ഞതാണ്, വേറെ ആരും പറഞ്ഞതല്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അഭിലാഷ്, കാരണം ഒരു പാർട്ടിക്കകത്ത് ആ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ, ET മുഹമ്മദ് ബഷീർ സാഹിബാണ് ഞങ്ങളുടെ നാഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ് നിങ്ങൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അത് സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് അത് ഞങ്ങളുടെ നയമായി ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അത് ഹരിതയായാലും MSF ആയാലും യൂത്ത് ലീഗ് ആയാലും ഞങ്ങളുടെ ഏത് പോഷക ഘടകങ്ങളാണെങ്കിലും മാതൃസംഘടനയാണെങ്കിലും അത് ഞങ്ങളുടെ നയമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ നയത്തോടൊപ്പം ഞങ്ങളൊക്കെ നിൽക്കുന്നു. ആ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നില്ലാത്തത് കൊണ്ട് പിന്നീട് വാർത്താമാധ്യമങ്ങളോട് നിരന്തരമായി പറയേണ്ടതില്ല.
എന്ന് മാത്രമല്ല പറയേണ്ടതൊക്കെ പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വാചകങ്ങൾ എങ്ങനെയാണ് വന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരിച്ചല്ലോ. ഞങ്ങൾക്കതറിയില്ലായിരുന്നു എന്ന് കൃത്യമായി അവർ പറഞ്ഞു. അവിടെ അങ്ങനെ യോഗത്തിൽ വെച്ച് തന്നെ ഇത് അപകടകരമാണെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുമായിരുന്നു. ഇത് ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിപരമായ ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് കൃത്യതയോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ കൂടെ സഹപ്രവർത്തകന്മാരായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണിവർ. ഒരു ക്യാമ്പസിൽ ഒരുമിച്ച് നിൽക്കുന്നവരാണ്, ഒരു സംഘടനാ രംഗത്ത് ഒരുമിച്ച് നിൽക്കുന്നവരാണ്. അത് മുഖവിലക്കെടുത്തുകൊണ്ട് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. ശരി, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പാർട്ടി താക്കീത് നൽകിയാൽ ഇങ്ങനെ സാഹചര്യങ്ങൾ അത് അവസാനിപ്പിക്കണം. പിന്നെ അതിനപ്പുറം മറ്റെന്താണ്? ഇനി അവർ പറഞ്ഞില്ലല്ലോ ഇവർ പറഞ്ഞില്ലല്ലോ എന്ന ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയുമില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഹരിതയടക്കമുള്ള ഞങ്ങളുടെ മുഴുവൻ MSF അടക്കമുള്ള മുഴുവൻ സംഘടനകളും ഒറ്റക്കെട്ടായി കേരളത്തിലെ കരുത്തോടുകൂടി ഉണ്ടാകും. ഈ നടപടിയെ അംഗീകരിക്കും എന്നുള്ളതാണ് ലീഗിന്റെ പ്രതീക്ഷ. ഇതുപോലെ മുമ്പ് കേട്ടിട്ടുള്ളത് ശ്രീമതി നസ്രി പണ്ട് MG സോമൻ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ എന്ന് പറഞ്ഞതുപോലെ ഈ യോഗത്തിനകത്ത് വെച്ച് ഇങ്ങനൊരു സംഭവം സ്ത്രീവിരുദ്ധമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ തന്നെ MSFന്റെ നേതാക്കൾ മാപ്പ് പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് നിലപാടെടുക്കുകയോ ചെയ്യായിരുന്നു. പക്ഷെ അവർ അറിഞ്ഞില്ല. പരാതി വനിതാ കമ്മീഷനിൽ കൊടുക്കുന്നത് വരെയോ പാർട്ടിക്ക് മുമ്പാകെ കൊടുക്കുന്നവരെയോ സ്ത്രീവിരുദ്ധമായ എന്തെങ്കിലും തങ്ങളുടെ സംസ്ഥാനത്തിലുള്ളതായി അവർ അറിഞ്ഞില്ല എന്ന ലീഗിന്റെ ഒരു കൺക്ലൂഷൻ എങ്ങനെ കാണുന്നു? ഇപ്പോഴും അറിഞ്ഞില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും രസകരമായ കാര്യം. ഈ നിമിഷത്തിൽ പോലും അവരതിന്റെ തെറ്റെന്താണെന്ന് തിരിച്ചറിഞ്ഞില്ല. അതിനുവേണ്ടി അതൊരു കമ്മിറ്റി രൂപീകരിക്കേണ്ടി വരും. മാത്രമല്ല ഈ രാത്രിയോളം പുലരുവോളം ചർച്ച നടത്തിയിട്ടും ഇവരാകെ കണ്ടെത്തിയ ഒരു സംഗതി എന്ന് പറയുന്നത് കൂടുതൽ പ്രാതിനിധ്യം നൽകുമെന്നുള്ളതാണ്. ഈ പ്രാതിനിധ്യം നൽകി കബളിപ്പിച്ചാണ് സ്ത്രീകളെ ഈ അവസ്ഥയിലേക്ക് ലീഗ് എത്തിച്ചിരിക്കുന്നത്. ഇനി ആ കളിയൊന്നും സ്ത്രീകളോട് നടക്കില്ല എന്നുള്ളത് ഹരിത കൃത്യമായ മറുപടി കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം തെറ്റ് അവർ തിരിച്ചറിയാത്തിടത്തോളം കാലം സംസാരിക്കുന്നത് തന്നെ വളരെ സമയം കൊല്ലുന്ന രീതിയിലായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ. എന്തായാലും സമയം ഒരുപാട് കളയേണ്ട. വളരെ നന്ദി ശ്രീ അനീഫ, ശ്രീമതി നസ്രി. വളരെ പെട്ടെന്ന് 30 സെക്കൻഡ് ശ്രീ രണ്ടത്താണി, സമയം പോയതുകൊണ്ടാണ്. അല്ല, ഈ മുസ്ലിം സ്ത്രീകൾക്ക് വലിയ രക്ഷയൊന്നും കിട്ടിയില്ല. ലീഗേ കൊടുത്തിട്ടുള്ളൂ. പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങൾ പട്ടികജാതി പട്ടികവർഗത്തിന്റെ പിന്നില CPM 30 കൊല്ലം ഭരിച്ചെടുത്ത്. ഇവിടെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി പെൺകുട്ടികൾ ഈ രംഗത്ത് നേടിയിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗ് തന്നെയാണ്. ആ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ വേദികളിലും നിങ്ങളൊക്കെ പറയേണ്ടത്. ശരി, ഓക്കെ. അതൊരു സമുദായത്തിന്റെ പ്രശ്നവും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നവും രണ്ടല്ല. വളരെ നന്ദി ശ്രീ രണ്ടത്താണ്, ശ്രീമതി ഷീന ഷുക്കൂർ. മറ്റുള്ളവർക്കും ഞാൻ നേരത്തെ നന്ദി പറഞ്ഞതാണ്.